നിക്കോദെമോസ് യേശുവിനെ കാണാനായിട്ട് രാത്രിയിൽ വരികയാണ്. നിക്കോദെമോസിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഫരിസേയരിൽ പ്രമുഖനാണ്, യഹൂദരുടെ ഒരു നേതാവുമാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ രാത്രിയിൽ യേശുവിനെ കാണാൻ വരുമ്പോൾ അതിന് അസ്വാഭാവികമായ ഒരു കാര്യമുള്ളത് യേശുവിനെ എതിർത്തുന്നതാണല്ലോ യേശുവിന് ചുറ്റും. പക്ഷേ ഇദ്ദേഹത്തിന് യേശുവിന് ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം പല ശത്രുക്കളെ നേടിയെടുക്കാതിരിക്കാനായിരിക്കണം ഒരു പക്ഷേ രാത്രിയിൽ വന്നത്. പ്രകാശമുള്ള ക്രിസ്തുവിനെ കാണാൻ ഏത് രാത്രി ഇടവഴി പോലും താണ്ടാനാകുമെന്ന് അയാൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ അയാളിപ്പോൾ ക്രിസ്തുവിൻ്റെ അടുത്തെത്തി. എത്തിയപ്പോൾ അവർ ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഒരു നോർമൽ ടോക്കല്ല, ഒരു ഡീപ്പ് തിയോളജിക്കൽ ടോക്കാണ്. ആ സമയത്ത് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങളൊന്നും കൂടി നിങ്ങൾ ജനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ അയാൾക്ക് ഡൗട്ട് തോന്നി. കാരണം അദ്ദേഹം ഒരു ബയോളജിക്കൽ ലെവലിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. എങ്ങനെയാണ് വീണ്ടും ജനിക്കാൻ പറ്റുന്നത്? ഒരു സംശയം ചോദിച്ചു. കാര്യം, ഒരു നോർമൽ ലെവലിൽ നിന്ന് അതിനപ്പുറത്തേക്കുള്ള ലെവലിലേക്ക് കടക്കാൻ അയാൾക്ക് പറ്റിയില്ല. പക്ഷേ യേശു അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അതാണ് നിക്കോദെമോസിൻ്റെയും യേശുവിൻ്റെയും കോൺവെർസേഷൻ്റെ പ്രത്യേകത. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞ് യേശു അതിനെ കുറച്ചും കൂടി ഡെപ്ത് പറഞ്ഞു കൊടുക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് അവർ തിയോളജിക്കൽ ഡിസ്കഷൻ നടത്തിയത്. മനസ്സിലാകാത്തൊരു കാര്യം അയാളുടെ ഭാഷയിൽ പറഞ്ഞപ്പോൾ യേശു അതിനെ കുറച്ചും കൂടി കറക്റ്റ് ചെയ്ത് യേശുവിൻ്റെ ഭാഷയിലാക്കി കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്തു. എനിക്ക് തോന്നും യേശുവിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ യേശുവിലേക്ക് എത്തേണ്ട ദൂരത്തെക്കുറിച്ചാണ് ഇന്ന് നിക്കോദെമോസിൻ്റെ പാഠം. ഒന്ന്, ഏത് രാത്രിയിൽ പോലും യേശുവിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നൊരു സാധ്യത. ഏത് ഇരുട്ടിൻ്റെ വക്കിൽ പോലും പ്രകാശമുള്ളൊരു ക്രിസ്തുവിലേക്ക് ഒരു മനുഷ്യൻ നടന്നു നീങ്ങണമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ നിന്നും പ്രകാശമുള്ള ക്രിസ്തുവിലേക്ക് എത്തുമ്പോൾ ചില ചോദ്യങ്ങളുണ്ടാകും പോലും കൃത്യമായ ഉത്തരമുണ്ടാകുമെന്നൊരു സാധ്യത. ആ മനുഷ്യന് ആഗ്രഹം ഈ ഭൂമിയിലെ ജീവിതമല്ല, ദൈവരാജ്യമെന്ന വലിയ മഹത്വമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന പോലും ഇല്ല. അതുകൊണ്ടാണ് ചില ഈ ഭൂമിയുടേതായ സംശയങ്ങളൊക്കെ ചോദിച്ചത്. പക്ഷേ അത് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ക്രിസ്തുവിന് കഴിയുന്നുണ്ട്. ക്രിസ്തു അവന് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏത് ഇരുട്ടിൻ്റെ അവസ്ഥയിൽ പോലും ക്രിസ്തു നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നും നമ്മുടെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം തരുന്നുണ്ടെന്നും ഈ ഈസ്റ്റർ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യാശയോടെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഉത്തരം ഉണ്ടാകും. ഇരുട്ടിൻ്റെ വക്കിൽ നിന്ന് നടന്നീങ്ങാൻ നമ്മൾ തയ്യാറാകാതിരിക്കുമ്പോഴാണ് നമുക്ക് നഷ്ടമാകുന്ന ചില ഉത്തരങ്ങൾ നമുക്ക് വേണ്ടി ഇപ്പോഴും അജ്ഞാതമാകുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.